അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്ഹബിഹിൽ ഫായിസീന ബിറിദല്ലാഹ് യാ ഇബാദല്ലാഹ് ഇത്തഖുല്ലാഹ്. അബീ ശഅസായി റളിയല്ലാഹു അൻഹു ഖാല കുന്നാ ഖുഊദൻ ഫിൽ മസ്ജിദി മഅ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു ഫഅذനൽ മുഅذിനു ഫഖാമ റജുലുൻ മിനൽ മസ്ജിദി യംശി فأتبعه أبو هريرة بصره حتى خرج من المسجد فقال أبو هريرة رضي الله عنه أما هذا فقد عصى أبا القاسم رواه مسلم. സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഒരുപോലെ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ, ആമീൻ. അബീ ശഅസാ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം മുസ്ലിം രേഖപ്പെടുത്തിയ ഒരു സംഭവമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. ബാങ്ക് വിളിച്ചാൽ അല്ലെങ്കിൽ ബാങ്ക് വിളിയുമായി ബന്ധപ്പെട്ട് അദാനുമായി ബന്ധപ്പെട്ട് അതിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ സംബന്ധിച്ചാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സംസാരിച്ചിരുന്നത്. അതുമായി പൊതു സമൂഹത്തിലെ ഓരോ വ്യക്തിയും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഈ ഹദീസിലുള്ളത്. പള്ളിയിൽ ബാങ്ക് വിളിച്ചാൽ ഇന്നത്തെ പോലെയുള്ള ഭൗതികമായ സാഹചര്യങ്ങളൊന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിലാണ് ഇത് എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കണം. ഉളു ചെയ്യാനുള്ള സംവിധാനങ്ങളോ ശൗചാലയങ്ങളോ കാൽ കഴുകാനുള്ളത് പോലും പുറത്തേതെങ്കിലും തൊട്ടി വെച്ച് അവിടുന്ന് കഴുകി ഒരു ചിരട്ടയിൽ അല്ലെങ്കിൽ മറ്റൊരു മണ്ണിന്റെ വലിയൊരു പാത്രത്തിൽ വെള്ളം നിറച്ച് അതിൽ ചിരട്ട കൊണ്ട് കോരി ഒക്കെ കാല് കഴുകുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇതുപോലെ സംവിധാനങ്ങളില്ലാത്ത ചെരുവുകളും ചായ്പുകളായിരുന്നൊരു കാലഘട്ടത്തിലായിരുന്നു. അവിടെയാണ് ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദറത്തിലേക്ക് ഒരാൾ കയറി വന്നു ആ പള്ളിയുടെ ഒരു ചെരുവിൽ മൂത്രമൊഴിച്ചത്. സഹാബത്തൊന്നായിട്ട് കയ്യും കാലും കണ്ണും നാവും ഒക്കെ പാട് ഉയർത്തിയപ്പോൾ റസൂൽ പറഞ്ഞു, അടങ്ങും, ഒരു ബക്കറ്റ് വെള്ളം ഒഴിച്ചാൽ മതി. ഇന്നങ്ങനെ ഇമാം പറഞ്ഞ ഇമാമിനെ ആദ്യം പിടിച്ച് ചവിട്ടി പുറത്താക്കും, അവിടെ വെള്ളം ഒഴിച്ചാൽ ആ കൂടി നാറുകയും ചെയ്യും. അപ്പോൾ സാഹചര്യങ്ങൾക്കനുസരിച്ചും ചുറ്റുപാടുകൾക്കനുസരിച്ചും അന്നത്തെ ആ ഒരു വിധിയും ഇന്നത്തെ വിധിയും തമ്മിൽ തുലനം ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഒരു സംവിധാനം വളരെ കൃത്യമായി മനസ്സിലാക്കണം എന്നാണ് പറഞ്ഞതിൻ്റെ അവസ്ഥ. ഇവിടെയുള്ളത് ബാങ്ക് വിളിച്ചാൽ ബാങ്ക് വിളിച്ചാൽ പിന്നീട് ശർഈയായ ഉദ്റില്ലാതെ ഒരാൾ പുറത്തു പോകാൻ പാടില്ല എന്ന് സൂചിപ്പിക്കുന്ന ഒരു സംഭവമാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആ സഹാബത്തിന്റെ പ്രഗൽഭനാണ് എന്ന് നമുക്കൊക്കെ അറിയാമല്ലോ. അബീ ശഅസാ റളിയല്ലാഹു അൻഹു പറയാ, കുന്നാ ഖുഊദൻ ഫിൽ മസ്ജിദി, ഞങ്ങൾ പള്ളിയിൽ ഇരിക്കുന്ന ഒരു സന്ദർഭത്തിൽ മഅ അബീ ഹുറൈറത, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അവിടെയുണ്ട്. ഫഅذനൽ മുഅذിനു, അപ്പോൾ ബാങ്ക് വിളിക്കുന്ന ആൾ, ആ ബാങ്ക് വിളിക്കാരൻ അധികവും ആരായിരിക്കും? ബിലാൽ റളിയല്ലാഹു അൻഹു തന്നെ ആയിരിക്കും. അങ്ങനെ അദ്ദേഹം ബാങ്ക് വിളിച്ചു. ഫഖാമ റജുലുൻ മിനൽ മസ്ജിദി, അപ്പോൾ അക്കൂട്ടത്തിൽ നിന്നൊരു മനുഷ്യൻ എന്ത് ചെയ്തു? പള്ളിയിൽ നിന്ന് എഴുന്നേറ്റു. യംഷി, എന്നിട്ട് അയാളങ്ങ് നടക്കാൻ തുടങ്ങി. പുറത്തേക്കുള്ള നടത്തമാണ്. ഫഅത്ബഅഹു അബൂ ഹുറൈറത റളിയല്ലാഹു അൻഹു ബസ്റഹു ഹത്താ ഖറജ മിനൽ മസ്ജിദി, ആ മനുഷ്യൻ എഴുന്നേറ്റ് പള്ളിയിൽ നിന്ന് പുറത്തു പോകുന്നവരെ അബൂ ഹുറൈറ ഇങ്ങനെ നോക്കി നിന്നു. അയാൾ എഴുന്നേൽക്കുന്നതും നടക്കുന്നതും പള്ളിയിൽ നിന്ന് പുറത്തു പോകുന്നതും ഇങ്ങനെ നോക്കി. അപ്പോൾ അറിയാമല്ലോ, സ്വാഭാവികമായിട്ട് ചില ആൾക്കാർ അങ്ങനെ ഉണ്ട്. ഏതെങ്കിലും അയാൾ പള്ളിയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അയാളെ മുഖത്ത് കണ്ടെടുക്കൂല, പിന്നെ ആളിങ്ങനെ തുറച്ചു പോകും. അങ്ങനെയല്ല, മറിച്ച് ഈ നടത്തം അത്ര ഒരു അനിഷ്ടകരമായ നടത്തമായതുകൊണ്ട് അദ്ദേഹത്തെ ഇങ്ങനെ നോക്കി. ഫഖാൽ, എന്നിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അമ്മാ ഹാദാ ഫഖദ് അസാ അബുൽ ഖാസിം, തീർച്ചയായും അദ്ദേഹം അബുൽ ഖാസിം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് എതിര് പ്രവർത്തിച്ചു. പ്രവാചക കൽപ്പനക്ക് എതിരാണ് അയാൾ പ്രവർത്തിച്ചത്. കാരണം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തന്നെ പറയുകയാണ്, അമറനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട്, ഇദാ കുൻതും ഫിൽ മസ്ജിദി, നിങ്ങൾ പള്ളിയിലായിരുന്നാൽ, ഫനൂദിയ ബിസ്സലാത്തി, എന്നിട്ട് ബാങ്ക് വിളിക്കുകയും ചെയ്താൽ, ഫലാ തഖ്റുജു അഹദുക്കും ഹത്താ യുസല്ലി, ഒരാൾ എന്ത് ചെയ്യരുത്? നിസ്കരിച്ചതിന് ശേഷമല്ലാതെ പള്ളിയുടെ പുറത്ത് പോകരുത്. പള്ളിയുടെ അകത്ത് അങ്ങോട്ടൊന്ന് ചലിച്ചു അല്ലെങ്കിൽ പോന്നു കൊടുക്കുക, നേരത്തെ പോലെയുള്ള സംവിധാനങ്ങളുടെ ഒരാൾക്ക് പെട്ടെന്നൊന്ന് തുപ്പാൻ തോന്നി, അല്ലെങ്കിൽ മുഖം കഴുകാൻ തോന്നി, ഒന്ന് മൂത്രമൊഴിക്കാൻ തോന്നി, ഒന്ന് കൊടുക്കാൻ തോന്നി, അതിലൊക്കെ ഈ ഹദീസ് മാനദണ്ഡമാക്കേണ്ടതില്ല എന്നർത്ഥം. അകാരണമായിട്ട് പള്ളിയിൽ നിന്ന് ഇറങ്ങി പോകുന്ന ആൾ, മറ്റൊരു ഹദീസിൽ കാണാൻ പറ്റും, പള്ളിയിൽ നിന്ന് ഇറങ്ങി പോകുന്ന ആൾക്കാർ സാമാന്യം ഒരു മനുഷ്യനെ അറിയുന്ന പോലെ തന്നെ ഷെയ്ത്വാനാണ് എന്ന് മറ്റൊരു ഹദീസിൽ കാണാൻ പറ്റും. വേറെ ഹദീസിലുള്ളത് മുനാഫിഖാണ്,
അയാളിൽ ഈമാൻ ഉറച്ചിട്ടില്ല, അതുകൊണ്ടാണ് അയാൾ ഇറങ്ങിപ്പോയത്. ബാങ്ക് വിളിച്ചാൽ അകാരണമായി പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോകാതിരിക്കുക എന്ന് ഈ ഹദീസിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് നമുക്ക് കിട്ടുന്ന അവസരങ്ങളൊക്കെ ഇബാദത്തുമായി നിരന്തരം ബന്ധപ്പെടാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഈ ഇരുത്തം അല്ലാഹു സ്വീകരിക്കുന്ന അമലുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് വന്നു പോകുന്ന പാകപ്പിഴവുകളൊക്കെ അല്ലാഹു പരിഹരിച്ച് അവയ്ക്ക് പകരമായി നന്മകൾ ചെയ്യാനുള്ള തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടവർക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ ബർസഖയായ ജീവിതം അല്ലാഹു റാഹത്താക്കി കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്നവരിൽ രോഗികളായ ആളുകൾക്ക് ഷാഫിയായ റബ്ബ് ആജിലും കാമിലുമായ ഷിഫ നൽകി അനുഗ്രഹിക്കട്ടെ. ആഫിയത്തും ദീർഘായുസ്സും അവർക്കും നമുക്കും നൽകി അനുഗ്രഹിക്കട്ടെ. അവനവന്റെ കാര്യങ്ങൾ പരസഹായം കൂടാതെ നിർവഹിക്കുവാൻ ആവശ്യമായ സിഹത്തും താഖത്തും ആഫിയത്തും അല്ലാഹു എല്ലാവർക്കും എല്ലായ്പ്പോഴും നൽകി അനുഗ്രഹിക്കട്ടെ. ഈമാനും ഇഖ്ലാസും തഖ്വയും ഖുശൂഉമുള്ള മുത്തഖീങ്ങളായി ജീവിക്കുവാനും ജീവിതാന്തം വരെ ആ ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കാനും അല്ലാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മരണസമയത്ത് അഫ്ദലു ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ കാമിലായ ഈമാനോടുകൂടി പറഞ്ഞ് പുഞ്ചിരിയോടുകൂടി കണ്ണടയ്ക്കാൻ ഭാഗ്യം ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാമേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഉപജീവനത്തിന്റെ എല്ലാ മേഖലകളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവിശാലമായ അവന്റെ ഖൈറും ബറക്കത്തും വർഷിച്ച് നമ്മെ നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ നല്ല മുറാദുകൾ അല്ലാഹു ഹാസിലാക്കി കൊടുക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അല്ലാഹു അവരുടെയും നമ്മുടെയും എളുപ്പമാക്കി അവരെയും നമ്മയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ജന്നാത്തുൽ ഫിർദൗസിന്റെ ഉടമകളായ അമ്പിയാക്കളും മുർസലുകളും ഔലിയാക്കളും സലഫുസ് സാലികളും സിദ്ദീഖുകളും ശുഹദാക്കളുമുള്ള സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുവാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും കൂട്ടുകുടുംബങ്ങൾക്കും സന്താന പരമ്പരകൾക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته.